നപ്പു, സഹിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ബേ. അപ്പൊ കരടി? ബേ. സോ സെയിം പ്രൊനൗൺസിയേഷൻ, സെയിം സ്പെല്ലിംഗ്, ഡിഫറെന്റ് മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയും. ഈ ബേർ രണ്ടായിട്ട് യൂസ് ചെയ്യാം. നൗൺ ആയിട്ടും യൂസ് ചെയ്യാം, വെർബ് ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നൗൺ ആയിട്ട് ഒരു എക്സാമ്പിൾ. കരടി നൗൺ ആണ്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is a white bear in the zoo. സൂല് ഒരു വെള്ളക്കരടി ഉണ്ട്. ഓക്കെ, ഇനി വെർബ് ആയിട്ട്? വെർബ് ആണെങ്കിൽ she couldn't bear the pain. അവൾക്ക് വേദന സഹിക്കാൻ സാധിച്ചില്ല. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി കൈക്കൂലി എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? കൈക്കൂലി, കൈക്കൂലി കൊടുക്കുക, കൈക്കൂലി അങ്ങനെയൊക്കെ പറയില്ലേ? ബ്രൈബ്. ബ്രൈബ്. ഓക്കെ, അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ. അതും വെർബ് ആയിട്ടും നൗൺ ആയിട്ടും യൂസ് ചെയ്യാം. നമ്മൾ ഈ ഗവൺമെന്റ് ഓഫീസിലൊക്കെ കൂടുതലും കാണും, നെവർ ഗിവ് ഓർ ടേക്ക് ബ്രൈബ്. കൈക്കൂലി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഇനി വെർബ് ആണെങ്കിൽ he bribed the clerk to get his work done. യെസ്, ജോലി ചെയ്ത് കിട്ടാൻ ക്ലർക്കിന് കൈക്കൂലി കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി ബഹിഷ്കരിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? boycott. Boycott. Okay, അത് വെച്ചിട്ട് എക്സാമ്പിൾ. The opposition boycotted the proposal of the ruling party. ഓക്കെ, അപ്പോൾ റൂളിംഗ് പാർട്ടി മീൻസ് ഭരിക്കുന്ന പാർട്ടി, ഭരണപക്ഷം. ഓക്കെ, ഒപ്പോസിഷൻ പ്രതിപക്ഷം. അപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ പ്രപ്പോസൽ ബഹിഷ്കരിച്ചു. ഓക്കെ, അപ്പോൾ അടുത്തത് കൈക്കൂലി വാങ്ങിയാൽ പോകുന്നത് ജയിലിലേക്കാണല്ലേ? അപ്പോൾ ജാമ്യത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ജാമ്യം? bail. bail. Okay, example. The accused was released on bail. Okay, the accused means കുറ്റം ആരോപിക്കപ്പെട്ട ആളിനെ വിട്ടു. ഓക്കെ, ഇനി അവസാനത്തത് 5 അല്ലേ? ഓക്കെ, ഇപ്പൊ ഈ വഴക്കാളി എന്ന് പറയില്ല, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആള്, അതിനൊക്കെ നമ്മൾ എങ്ങനെ പറയാ? ബുള്ളി. ബുള്ളി. ഓക്കെ, എക്സാമ്പിൾ. ബുള്ളിയും വെർബ് ആയിട്ടും നൗൺ ആയിട്ടും യൂസ് ചെയ്യാം. നൗൺ ആണെങ്കിൽ he is a bully and nobody likes him. ഭയങ്കര വഴക്കാളിയാണ്, nobody likes him, ആർക്കും അവനെ ഇഷ്ടമല്ല. ഓക്കെ, ഇനി വെർബ് ആണെങ്കിൽ my son was bullied at his new school. എൻ്റെ മകനെ പുതിയ സ്കൂളിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഉപദ്രവിച്ചു. അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 5 വാക്കുകൾ: ബേ, കരടി, ഞാൻ പറയാം, കരടി ആൻഡ് സഹിക്കുക. രണ്ടാമത് ബ്രൈബ്, കൈക്കൂലി. ബെയിൽ, ജാമ്യം. ബോയ്കോട്ട്, ബഹിഷ്കരിക്കുക. ബുലി, വഴക്കാളി, ഉപദ്രവിക്കുക, അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇന്ന് 5 വാക്കുകൾ പഠിച്ചു. ഈ 5 വാക്കുകളുടെയും പ്രത്യേകത ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കുക. ഇതെല്ലാം ജസ്റ്റ് കേട്ടാൽ മാത്രം പോരാ, നമ്മൾ പറയുന്ന സമയത്ത് പ്രാക്ടീസ് നിർബന്ധമാണ്. എങ്കിലേ നമ്മൾക്ക് അത് മറക്കാതെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വാട്സാപ്പിലൂടെയാണ്, വളരെ ചെറിയ ഫീ ആണ്. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. English House, English at your fingertips.